ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് പേർക്ക് വണ്ടി റിവേഴ്സ് എടുക്കാൻ പേടിയുള്ളവരുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ തട്ടുമോ, കൃത്യമായിട്ട് ആ ഒരു സ്പേസ് യൂസ് ചെയ്ത് ബാക്കിലേക്ക് എടുക്കാൻ കഴിയാതെ വരുന്നു. എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിതേ നമ്മുടെ ഈ ഒരു വാഹനം കിടക്കുന്ന ഒരു സ്പേസ് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ സൈലോ വാഹനം നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഇവിടുത്തെ സ്പേസ് നിങ്ങൾ നോക്കുക, ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. റിവേഴ്സ് എടുത്ത് വരുന്ന അവസരങ്ങളിൽ ഇവിടെ ചെറിയൊരു ഓടയുണ്ട്. ഈ ഓടയിലേക്ക് വാഹനം പോകാതെ എന്നാൽ കൃത്യമായിട്ട് നമുക്ക് വാഹനം റിവേഴ്സ് എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ മെയിനായിട്ടുള്ള ഒരു റോഡാണ് ഉള്ളത്. നിങ്ങൾ നോക്കുക, നമ്മൾ റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ ബാക്കിൽ നിന്ന് വാഹനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഹനവും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്ന അവസരങ്ങളിൽ ഈ റോഡിലേക്ക് ഒരുപാട് പോകാതെ ഈ ഒരു സ്പേസ് യൂസ് ചെയ്ത് വേണം നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ടാറിട്ട റോഡ് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മിററിലൂടെ കാണണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ഈ ഒരു സ്പേസ് ഇല്ലേ, അതായത് ഈ ഒരു സ്പേസ് നമുക്ക് കൃത്യമായിട്ട് കാണണം. വണ്ടിയുടെ ബോഡി ഏരിയയും കൃത്യമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഒരു വാഹനം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഭാഗം ജഡ്ജ് ചെയ്ത് വാഹനം റിവേഴ്സ് എടുക്കാൻ കഴിയത്തുള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് വാഹനത്തിൻ്റെ ബോഡി ഏരിയ ക്ലിയർ ആയിട്ട് കാണണം. അതോടൊപ്പം തന്നെ നമുക്കിത് ഈ പോകാൻ പറ്റുന്ന ഈ ഒരു സ്പേസ് കാണണം. പിന്നെ ഈ ഒരു ഓടയുടെ ഭാഗവും ക്ലിയർ ആയിട്ട് കാണണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസാണ്. നമുക്ക് ഇങ്ങോട്ട് വാഹനം പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. പല ആൾക്കാരും തുടക്കക്കാർ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മിറർ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നില്ല. മിറർ ഇത്തരത്തിൽ നോക്കി വാഹനം റിവേഴ്സ് എടുക്കും, പക്ഷെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ഒരു വിധമുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു മിററിനെ 3ആയിട്ട് തിരിക്കുക. 3 പറഞ്ഞാൽ 1 വാഹനത്തിൻ്റെ ബോഡി ഏരിയ, 2 നമുക്ക് ഫ്രീ ആയിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പേസ്, പിന്നെ നമ്മളുടെ റോഡ് ഏരിയ. നിങ്ങൾ നോക്കുക, ഈ റോഡ് ഏരിയ ടാറിട്ട റോഡ് നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് ഇടയിൽ കാണാം. ഇവിടെ ബോഡി ഏരിയ കാണാം. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് നമ്മൾ റിവേഴ്സ് എടുത്ത് പോകുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കണ്ടിരിക്കണം. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഈ ബോഡി ഏരിയ, ഈ ഫ്രീ ആയിട്ടുള്ള സ്പേസും കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വാഹനം ടാറിട്ട റോഡിലേക്ക് കയറുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് കയറേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഫ്രീ സ്പേസും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കയറുക. ഇല്ലെങ്കിൽ ഈ ഫ്രീ സ്പേസ് അങ്ങനെ തന്നെ നിലനിർത്തുവാനായിട്ട് നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബോഡി ഏരിയ ഏകദേശം ഈ ഒരു രീതിയിൽ കാണുക. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റോഡ് ഏരിയയും ക്ലിയർ ആയിട്ട് കാണുക. ഇത് തന്നെയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററിൽ നിങ്ങൾ കൃത്യമായിട്ടും കാണേണ്ടത്. നിങ്ങൾ നോക്കുക, എനിക്കിപ്പോൾ ലെഫ്റ്റ് മിററിലൂടെ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ബോഡി ഏരിയ കാണാം, ആ ഒരു ഓടയുടെ സ്പേസ് കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനം റിവേഴ്സിലേക്ക് പോകാനായിട്ടുള്ള ആ ചെറിയൊരു ഇടയും കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുക. നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളൊരു കൺട്രോളിങ് വരുന്നത് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളിങ്ങും അതോടൊപ്പം തന്നെ ക്ലച്ച് കൺട്രോളിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു വിധം ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്ററിൽ വെച്ചേക്കുക. ആക്സിലറേറ്റർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുക. പതിയെ കാലയക്കുമ്പോൾ ഓൾറെഡി വാഹനം ബാക്കിലേക്ക് നീങ്ങും. വണ്ടിയുടെ വേഗത കൂടിയെന്ന് തോന്നിയാൽ ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ബാക്കിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്ററിൽ വെച്ചേക്കുക. ക്ലച്ച് എന്ന് അയച്ച് വാഹനം ബാക്കിലേക്ക് എടുക്കുക. ക്ലച്ച് എന്ന് അയച്ചിട്ട് നീങ്ങുന്നില്ലെങ്കിൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കിത് ഇവിടെ ചെറിയൊരു സ്പേസ് ആണ്. ഓൾറെഡി സ്റ്റിയറിംഗ് നിങ്ങൾ നേരെയാക്കി വെക്കുക. നേരെയാക്കി വെച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് മാത്രം തിരിക്കുക. ഇനി നിങ്ങളുടെ വാഹനത്തിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നിങ്ങൾ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. റൈറ്റ്
റൈറ്റ് സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് തിരിക്കാതിരിക്കുക. പല ആൾക്കാരും ഇത് ഒരുപാടൊക്കെ തിരിച്ചു കൊടുക്കും. ഒരുപാട് തിരിച്ചു കൊടുത്താലുള്ള ഒരു പ്രശ്നം, വാഹനം ഒരുപാട് ബാക്കിലേക്ക് തിരിയും. ഇനി നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, മെല്ലെ ബാക്കിലേക്ക് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് മനസ്സിലാകും ശകലം തിരിച്ചാൽ മതി എന്ന്. അങ്ങനെ വണ്ടിയുടെ റണ്ണിങ് ബാക്കിലേക്ക് വരുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ സ്റ്റിയറിംഗ് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ വാഹനം ബാക്കിലേക്ക് എടുക്കാം. അതിന് ഞാൻ ആദ്യമായിട്ട് ഇതേ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ആ ഒരു ബോഡി ഏരിയ കാണാം, റോഡ് ഏരിയ കാണാം, ഫ്രീ സ്പേസ് കാണാം. സ്റ്റിയറിംഗ് ഇപ്പോൾ ഓൾറെഡി നേരെയാണ്, നിങ്ങൾ നോക്കുക. ഞാനിത് കൃത്യമായിട്ടും വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. ഇപ്പം ഞാനിത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുന്നു. നിങ്ങൾ നോക്കുക, വണ്ടി ഇപ്പോൾ മെല്ലെ ബാക്കിലേക്ക് റണ്ണാകുന്നുണ്ട്. ഇപ്പോൾ എനിക്കിത് ആ ബോഡി ഏരിയ കാണാം, അതോടൊപ്പം തന്നെ ആ റോഡ് ഏരിയ കാണാം. കണ്ടില്ലേ, ആ ഒരു ഫ്രീ സ്പേസും എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ മെല്ലെ ബാക്കിലേക്ക് വാഹനം എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളിത് ഈ ഒരു രീതിയിൽ നോക്കി. അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ മിററിൽ എനിക്ക് ആ ഒരു ഓട കാണാം. ഓടയോട് ചേർന്ന് നിങ്ങൾ നോക്കുക, പുല്ല് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പുല്ല് ഏകദേശം ഒരു ഫ്രീ സ്പേസ് ആണ്. അവിടെ നമ്മളുടെ വാഹനം കയറിയാലും കുഴപ്പമില്ല, എന്നാൽ പുല്ലും കഴിഞ്ഞിട്ടാണ് ആ ഓടയുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പേസ് ഞാൻ നോക്കിക്കൊണ്ട്, നിങ്ങൾ നോക്കുക, ബോഡി ഏരിയ, ആ പുല്ല് കഴിഞ്ഞിട്ട് ആ ഒരു ഓട എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് വെച്ച് ഞാനിതേ വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുന്നു. സ്റ്റിയറിംഗ് നേരെയാണ്. നമുക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കുക, മുന്നിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിത് ഇത്രയധികം വാഹനം ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തും നിങ്ങൾ നോക്കുക, എൻ്റെ വാഹനം ആ റോഡിലേക്ക് കയറിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മുടെ വാഹനം കുറച്ച് റോഡിൻ്റെ ആ റോഡിലേക്ക്, ടാറിട്ട റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോയെങ്കിലേ റോഡിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് വലത്തെ സൈഡിലേക്ക് ഇത് ഇത്തരത്തിൽ ഓടിച്ചു കൊടുക്കുക. ഞാനിത് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ശകലം ഓടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഞാൻ മെല്ലെ ബാക്കിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഏകദേശം ആ ഒരു റോഡ് ഏരിയയിലേക്ക് നമ്മുടെ വാഹനം കയറി. നമുക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറ്റുക. ഇവിടെ നമുക്ക് ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനതൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നത്. ഓക്കെ, വീണ്ടും നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, നമ്മളുടെ വാഹനത്തിൻ്റെ മുൻവശം ഏകദേശം ആ ഒരു ഓടയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം നമുക്ക് നിലവിലില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുത്ത് നമ്മൾ വീണ്ടും വാഹനം ഇടത്തെ സൈഡിലേക്ക് ചേരുന്നു. ഞാനിതേ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ലെഫ്റ്റ് മിറർ ഞാൻ കൃത്യമായിട്ട് നോക്കുകയാണ്. ആ ഒരു ഫ്രീ സ്പേസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മെല്ലെ വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, മെല്ലെ വാഹനം ഞാൻ ബാക്കിലേക്ക് എടുക്കുന്നു. കണ്ടില്ലേ, മെല്ലെ വാഹനം ഞാൻ ബാക്കിലേക്ക് എടുത്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കേ, നമുക്ക് ആ റോഡ് ഏരിയ കാണാം, അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടുള്ള സ്പേസ് കാണാം, വാഹനത്തിൻ്റെ ബോഡി ഏരിയ കാണാം. ഇപ്പോൾ ഞാൻ ഇത്രയധികം വാഹനം ബാക്കിലേക്ക് എടുത്തു. ഇനി എനിക്ക് ഇവിടുന്ന് വാഹനം മുന്നോട്ട് എടുത്തു പോകാൻ സിമ്പിളാണ്. നേരത്തെ അവിടെ ആ പോസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലായിരുന്നു. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇനി വണ്ടി കിടക്കുന്ന ആ ഒരു സ്പേസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, വാഹനത്തിൻ്റെ റോഡ് ഏരിയ ഇവിടെ നമുക്ക് കാണാം. ഇതാണ് ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാഹനം റിവേഴ്സ് എടുത്തപ്പോൾ ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട്, അങ്ങോട്ട് ഒരുപാട് ചേർന്നിട്ടില്ല. നിങ്ങൾ ഈ ഒരു സ്പേസും നോക്കിക്കേ, കണ്ടില്ലേ, നമ്മൾ ആ നിശ്ചിത സ്പേസ് ഇട്ടാണ് വാഹനം വന്നത്. ഇവിടുന്ന് വേണം നമുക്ക് കുറച്ചും കൂടെ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് റൈറ്റ് സൈഡിലെ മിറർ, ഒന്ന് ലെഫ്റ്റ് സൈഡിലെ മിററും റൈറ്റ് സൈഡിലെ മിററും നോക്കുക. അതോടൊപ്പം തന്നെ ഈ റോഡ് ഏരിയ നമുക്ക് കാണണം, ബോഡി ഏരിയ കാണണം. ഈ ഒരു സ്പേസും നോക്കിക്കൊണ്ട് നിങ്ങൾ വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ ബാക്കിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് വാഹനം ബാക്കിലേക്ക് എടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേറ്റർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യാനുസരണം സ്റ്റിയറിംഗ് തിരിക്കുവാനായിട്ട് ശ്രമിക്കുക. സ്റ്റിയറിംഗ് തിരിക്കുന്നത് അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി ബാക്കിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി എന്ന് തോന്നിയാൽ അതനുസരിച്ച് മാത്രം സ്റ്റിയറിംഗ് തിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.